തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അടിയൊഴുക്കുകൾ ശക്തം. ഇടത് വലത് NDA മുന്നണികൾ ത്രികോണ മത്സരം കാഴ്ചവെക്കുന്ന മണ്ഡലമാണ് തലസ്ഥാനം. LDFിന് വേണ്ടി പന്ന്യൻ രവീന്ദ്രനും UDFിന് വേണ്ടി ശശി തരൂരും NDAയ്ക്ക് വേണ്ടി രാജീവ് ചന്ദ്രശേഖറുമാണ് മത്സര രംഗത്തുള്ളത്. ഇതിൽ രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടിയാണ് അടിയൊഴുക്കുകൾ നടത്തുന്നത്. കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് എത്തിയ നേതാക്കളാണ് ഇതിനു പിന്നിൽ. എവിടെയൊക്കെയാണ് തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമുള്ളത് എന്ന് വ്യക്തമായി അറിയാവുന്നവരാണ് ഈ നേതാക്കൾ. ഇത് നോക്കിയാണ് നേതാക്കളുടെ പ്രവർത്തനവും. കോൺഗ്രസുമായി അഭിപ്രായ വ്യത്യാസമുള്ളവരെയും അതൃപ്തരെയും BJPയിൽ എത്തിക്കാനുള്ള നീക്കവും ശക്തമായി നടക്കുന്നുണ്ട്. ഇവരുടെ വോട്ടുകൾ BJPക്ക് ഉറപ്പിക്കുക എന്ന ഉത്തരവാദിത്തമാണ് കോൺഗ്രസ് വിട്ടുവന്നവർക്ക് നൽകിയിരിക്കുന്നത്. 3 മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ശേഷമാണ് പലരും പാർട്ടി മാറിയത്. ചെറിയ നേതാക്കളാണ് പാർട്ടി വിട്ടതെന്നും ഇവരൊന്നും തങ്ങളുടെ വിജയത്തെ ബാധിക്കില്ലെന്നുമായിരുന്നു കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നത്. എന്നാൽ നൊത്തോലി ചെറിയ മീനല്ല എന്ന് പറയുന്നത് പോലെ കോൺഗ്രസ് വിട്ടുപോയവരൊന്നും ചെറിയ ആൾക്കാരല്ലെന്നുകൂടി തെളിയിക്കുകയാണ് ഇവർ. ഓരോ പ്രദേശങ്ങളിലും തങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നവരെ നേരിട്ട് കണ്ട് അവരുടെ വോട്ട് രാജീവ് ചന്ദ്രശേഖരന് ഉറപ്പിച്ചു കഴിഞ്ഞു ഇവർ. ഇത് ഏറെ ബാധിക്കുന്നത് ശശി തരൂരിനെയാണ് എന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ സംസാരമുണ്ടെങ്കിലും അതൊന്നും പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ല. തീരദേശ മേഖലയിലാണ് കൂടുതലും വോട്ടുകൾ മറിക്കാനുള്ള ശ്രമം നടക്കുന്നത്. ഈ മേഖലയിലെ വീടുകളിൽ നേതാക്കൾ പലവട്ടം സന്ദർശനം നടത്തുകയും BJPക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. തലസ്ഥാനത്ത് നിന്നും 3 തവണ വിജയിച്ച് പാർലമെൻറ്റിൽ എത്തിയിട്ടും ശശി തരൂരിന് വേണ്ടത്ര വിജയം കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നാണ് പ്രചരണായുധം. മാത്രമല്ല, അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചാൽ പോലും കിട്ടില്ലെന്നുള്ള പ്രചാരണവും കൊഴുക്കുന്നുണ്ട്. ഒരു MP എന്ന നിലയിൽ സാധാരണക്കാരുടെ വിഷയങ്ങളിൽ ഇടപെടാൻ തരൂരിനായിട്ടില്ലെന്നാണ് BJPക്ക് വേണ്ടിയുള്ള പ്രചാരണം. കോൺഗ്രസ് വിട്ടുവന്ന നേതാക്കളുടെ പ്രചാരണത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് മേൽക്കൈ നേടാനായിട്ടുണ്ട്. ഇത് കോൺഗ്രസിലെ തലസ്ഥാനത്തെ പ്രമുഖ നേതാക്കളും സമ്മതിക്കുന്ന കാര്യമാണ്. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ പോലും ശശി തരൂരിനെതിരെ പരസ്യ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വന്നിരുന്നു. പലരും അദ്ദേഹത്തിന് വോട്ട് നൽകില്ലെന്ന് വരെ നേരിട്ട് പറഞ്ഞു. ഇവരുടെ വോട്ടുകൾ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കം ശക്തമായി നടത്തുകയാണ് BJP. 4ാം തവണയാണ് ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്നും ജനവിധി തേടുന്നത്. 2009 അദ്ദേഹം ആദ്യമായി മത്സര രംഗത്തെത്തിയപ്പോൾ ഒരു ദേശീയ മുഖമായാണ് തരൂരിനെ കോൺഗ്രസ്സുകാർ അവതരിപ്പിച്ചത്. അത് കോൺഗ്രസ്സിന് അനുകൂലമാവുകയും ചെയ്തു. കന്നിയംഗത്തിൽ അദ്ദേഹം 3,26,725 വോട്ടുകൾ നേടുകയും ചെയ്തു. അതായത് 44.29% വോട്ടുകൾ കോൺഗ്രസിന് നേടാനായി. CPIയിലെ P. രാമചന്ദ്രൻ നായരായിരുന്നു 2ാം സ്ഥാനത്തെത്തിയത്. BJP 4ാം സ്ഥാനത്തേക്ക് അന്ന് പിന്തള്ളപ്പെട്ടിരുന്നു. എന്നാൽ 2014 ആയപ്പോഴേക്കും ശശി തരൂരിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞു. 2,97,806 വോട്ടുകളാണ് അദ്ദേഹത്തിന് അന്ന് നേടാനായത്. അതായത് 10.2% വോട്ടുകൾ കുറഞ്ഞു എന്നർത്ഥം. എന്നാൽ BJP നില മെച്ചപ്പെടുത്തി. O. രാജഗോപാൽ 2ാം സ്ഥാനത്തെത്തി. 20.92% വോട്ടുകൾ അധികമായി BJPക്ക് ലഭിച്ചു. CPIയിലെ ബെന്നറ്റ് എബ്രഹാം 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 2019 ആയപ്പോഴേക്കും ശശി തരൂർ തൻ്റെ ഭൂരിപക്ഷം കുറച്ചൊന്ന് ഉയർത്തി. 4,16,131 വോട്ട് നേടി 3ാമതും അദ്ദേഹം പാർലമെൻറ്റിലെത്തി. അതായത് 7.10% വോട്ടുകൾ തരൂരിന് കൂടുതലായി ലഭിച്ചു. BJP 2ാം സ്ഥാനം നിലനിർത്തുകയും ചെയ്തു. കുമ്മനം രാജശേഖരൻ 2ാം സ്ഥാനത്തെത്തി. എന്നാൽ ഭൂരിപക്ഷം കുറഞ്ഞു. 1.02% വോട്ടുകൾ അദ്ദേഹത്തിന് കുറഞ്ഞു. CPIയിലെ C. ദിവാകരന് 3ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും 2ാം സ്ഥാനത്തെത്താൻ സാധിച്ച BJP ഇത്തവണ വിജയപ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തിരുവനന്തപുരം. അതിനായാണ് അടിയൊഴുക്കുകൾ ശക്തമാക്കിയത്. എന്നാൽ BJPയുടെ ഈ നീക്കം തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി പിടിക്കുന്ന വോട്ടുകളെല്ലാം കോൺഗ്രസിൻ്റേതാണ്. ഇവരുടെ വോട്ടുകൾ BJPക്ക് ലഭിക്കുകയാണെങ്കിൽ തലസ്ഥാന മണ്ഡലം തങ്ങൾക്ക് തിരിച്ചു പിടിക്കാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് LDF. P.K. വാസുദേവൻ നായരുടെ മരണത്തെ തുടർന്ന് 2005 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പന്ന്യൻ രവീന്ദ്രനായിരുന്നു വിജയിച്ചത്. അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിലൊന്നും LDFന് വിജയം കൈവരിക്കാനായില്ല. CPI ഇത്തവണ കളത്തിലിറക്കിയിരിക്കുന്നതും പന്ന്യൻ രവീന്ദ്രനെയാണ്. BJPക്ക് വേണ്ടി നിർമ്മലാ സീതാരാമനോ ജയശങ്കറോ മത്സരിക്കുമെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കരുത്തനായ ഒരാളെ തന്നെ കളത്തിലിറക്കാൻ CPI ആലോചിച്ചു.
ആനി രാജയുടെ പേര് പോലും ഇവിടെ ആദ്യം പ്രചരിച്ചിരുന്നു. ഇതിനിടെ തലസ്ഥാന മണ്ഡലം CPM-ന് വിട്ടു നൽകാൻ CPI മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രൻ ആലോചിച്ചു. എന്നാൽ ഇവർക്ക് പകരം നൽകാൻ മണ്ഡലം ഇല്ലെന്ന് മനസ്സിലാക്കി CPM സീറ്റ് ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല. ആദ്യമൊക്കെ പന്ന്യൻ മത്സരിക്കാൻ വിമുഖത അറിയിച്ചെങ്കിലും കാനം രാജേന്ദ്രൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് നടന്ന ചർച്ചകളിൽ അദ്ദേഹം സമ്മതം അറിയിക്കുകയായിരുന്നു. BJP ലക്ഷ്യമിടുന്നത് കോൺഗ്രസ് വോട്ടുകളാണെന്ന് LDF-ന് നന്നായി അറിയാം. ഇത് മനസ്സിലാക്കിയതോടെയാണ് തങ്ങൾക്ക് വിജയം സുനിശ്ചിതമെന്ന് അവർ കണക്കുകൂട്ടുന്നത്. എന്നാൽ അതൊന്നും വിലപ്പോകില്ലെന്നും ശശി തരൂർ തന്നെ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. ഒരുപക്ഷെ മുമ്പുണ്ടായിരുന്നത്ര ഭൂരിപക്ഷം ഉണ്ടായില്ലെങ്കിലും വിജയം തരൂരിന് തന്നെയായിരിക്കുമെന്ന് KPCC നേതാക്കളും ഉറപ്പിച്ചു പറയുന്നു.